ടെലിഗ്രാമിനെ പറ്റി സംസാരിക്കുന്ന മുമ്പ് നമ്മൾ വേറൊരു ആപ്പിനെ പറ്റി സംസാരിക്കണം. VK. പവേലിൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ ആപ്പ് അതാണ്. പവേൽ ഡ്രവ് ജനിച്ചത് 1984 ഇൻ സോവിയറ്റ് യൂണിയൻ. ആ കാലം അറിയപ്പെടുന്നത് സോവിയറ്റ് യൂണിയൻ്റെ അവസാന കാലം എന്ന രീതിയിലാണ്. Born in 1984 in Russia. They moved to Italy when they were young and later. But then when the Soviet Union collapsed, we decided to move back. Entered college, graduated in 2006 from St. Petersburg State University. ഗ്രാജുവേഷന് ശേഷമാണ് പവേൽ തൻ്റെ ഫസ്റ്റത്തെ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, കോൾഡ് VK or Russian Facebook. ഇറ്റ് വാസ് എ ഗ്രേറ്റ് സക്സസ്. 1 മില്യണിലധികം യൂസേഴ്സാണ് ഒരു വർഷത്തിനുള്ളിൽ VK ഉണ്ടായിരുന്നത്. മോസ്റ്റ് ഓഫ് ദ യൂസേഴ്സ് വർ ഫ്രം റഷ്യ ആൻഡ് നെയ്ബറിംഗ് കൺട്രീസ്. ബട്ട് എവറിത്തിങ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ഫ്രം 2012. പുട്ടിൻ്റെ ഭരണം തുടങ്ങിയ മുതലാണ് എന്ന് വേണമെങ്കിലും പറയാം. പുടിൻ 2012 എലക്റ്റായി വന്ന സമയത്ത് ഒരു അലിഗേഷൻസ് ഉണ്ടായിരുന്നു. അൽജറ്റ്ലി എ വോട്ട് ഫ്രോഡ്. But it was a controversial election. ഒരുപാട് പ്രൊട്ടസ്റ്റേഴ്സ് VK യൂസ് ചെയ്തിട്ട് സമരങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി അഗെയിൻസ്റ്റ് ഗവൺമെൻറ്. ദ ഗവൺമെൻറ് wanted to shut down these pages and they requested VK to do so. We were requested to ban these communities on VK by the government and I refused. And posted this on his Twitter page. Official response to the special services to the request to block groups. ഈ ഒരു പട്ടിയുടെ പിക്ചറും ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ അത് വെറും തുടക്കമാണ്. പവേൽ ഡ്രവിൻ്റെ വീട് പോലീസ് റെയ്ഡ് ചെയ്തു ഫോർ എ ട്രാഫിക് വയലേഷൻ. കേസ് എന്താ എന്ന് ചോദിച്ചാൽ ഒരു വൈറ്റ് മെർസിഡീസ് ഒരു പോലീസുകാരനെ ഇടിച്ചു എന്ന കേസാണ്. അത് ഓടിച്ചത് പവേൽ ഡ്രവ് ആണ് എന്നുമാണ് അലിഗേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് മനസ്സിലാക്കാൻ പറ്റിയത് അത് വെറും റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ മൂവായിരുന്നു. നെവർ പ്രൂവൻ ഇൻ കോർട്ട് ഓർ ഡ്രോപ്പ് ദ കേസ് ഡ്യൂ ടു ലാക്ക് ഓഫ് എവിഡൻസ്. ദ മെയിൻ പ്രോബ്ലം സ്റ്റാർട്ടഡ് വിത്ത് VK when this happened. By this time, there was more than 100 million users in VK. VK had the most users from Russia and neighboring countries, especially from Ukraine. Russian-Ukraine issue ഉണ്ടായ ടൈമിൽ റഷ്യൻ ഗവൺമെൻറ്റിന് യുക്രൈനിൻ്റെ ഡേറ്റാസ് കിട്ടാൻ വേണ്ടി VKക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെയും റഷ്യൻ ഗവൺമെൻറ് ഡേറ്റാസ് ചോദിച്ചു. Pavel refused again and left VK in the next year. Look at this chart. പവേലിന് ഓൾറെഡി കമ്പനിയുടെ 12% ആണ് ഉണ്ടായിരുന്നത്. വേറൊരു ഇൻ്റർനെറ്റ് കമ്പനിയായ mail.ru-നാണ് 40%, വേറെ 2 co-founders ഉണ്ടായിരുന്നു. ഒരാൾക്ക് 40%, ഒരാൾക്ക് 8%. പിന്നീട് ഈ co-founders അവരുടെ 2 പേരുടെയും ഷെയർസ് സെൽ ചെയ്തു അറൗണ്ട് 48% ടു യുണൈറ്റഡ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് ഓർ UPC, which created some internal problems and pressures. Basically, പവേലിന് ലാസ്റ്റ് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. Either was I would start complying to whatever the leaders of the country told me to do. The other one was I could sell my stake in the company, resign as the CEO and leave the country. അതിനുശേഷമാണ് ടെലിഗ്രാം ഉണ്ടാക്കുന്നത്. He created Telegram with his brother Nikolai Dhruv. It's an encrypted messaging app. ഏകദേശം 900 മില്യണിലധികം യൂസേഴ്സ് ആണ് ആസ് ഓഫ് 2025 ടെലിഗ്രാമിനുള്ളത്. ഏകദേശം 40-50% യൂസേഴ്സും വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. It is free, it is encrypted and a lot other reasons for the users to choose Telegram. Let's go to 2024. പവേലിനെ 2024 ഫ്രാൻസ് അറസ്റ്റ് ചെയ്യുന്നത്. For the crimes he didn't do, but the users did, or the things in mini dark web. റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ടെലിഗ്രാം
ഒരു മിനി ഡാർക്ക് വെബ് തന്നെയാണ്. ജസ്റ്റ് ലൈക്ക് ഡാർക്ക് വെബ്, people buy, share and sell stolen data in Telegram. ഫോർ എക്സാമ്പിൾ, ഒരു കോംബോ ലിസ്റ്റിൻ്റെ ചാനൽ ഉണ്ടായിരുന്നു. കോംബോ ലിസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഹാക്ക് ചെയ്തതിന് ശേഷം അവർ സെല്ല് ചെയ്യുന്നു. അതാണ് കോംബോ ലിസ്റ്റ് എന്ന് വെച്ചാൽ. അത് ചിലപ്പം ആപ്പ് ആവാം, എൻ്റെ UPI ആവാം, എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ആവാം, എന്തോ ആവാം. ഏകദേശം 47,000ഓളം സബ്സ്ക്രൈബേഴ്സാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഈ ചാനലിൽ വിറ്റുകൊണ്ടിരുന്നത് ഗെയിംസിൻ്റെ കോംബോ ലിസ്റ്റാണ്, ലൈക്ക് മൈൻക്രാഫ്റ്റ്, യൂപ്ലേ എക്സെട്ര. 3 ലക്ഷത്തോളം ഇമെയിൽ ആൻഡ് പാസ്വേഡ്സ് ആണ് അതിലുണ്ടായിരുന്നത്. ആക്ച്വലി ഗെയിംസ് മാത്രമല്ല ഇതിൻ്റെ അകത്ത് സെല്ലാകുന്നത്. ഇഫ് യു ചെക്ക് ദിസ് വൺ യു വിൽ ഗെറ്റ് ഐ ഐഡിയ. അക്കോർഡിംഗ് ടു ട്രോയ് ഹണ്ട്, 361 മില്യൺ കോംബോ ലിസ്റ്റ്സ് were stolen and shared on Telegram. ഏകദേശം 150 മില്യണോളം ആർ നോട്ട് ഈവൻ റെക്കോർഡഡ് ഇൻ HIBP. നിങ്ങൾക്ക് ആരാ ട്രോയ് ഹണ്ട് അല്ലെങ്കിൽ എന്താണ് HIBP എന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ട്രോയ് ഹണ്ട് ഒരു ഓസ്ട്രേലിയൻ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടാണ് ആൻഡ് ദ ക്രിയേറ്റർ ഓഫ് HIBP. HIBP ഒരു സിമ്പിൾ വെബ്സൈറ്റാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസായ ഇമെയിൽ ലീക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ബ്രീച്ച് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രസ്റ്റഡ് വെബ്സൈറ്റാണ് HIBP. പ്ലീസ് ചെക്ക് ഇറ്റ്, മേക്ക് ഷുവർ നിങ്ങൾ സേഫാണ്. അഗെയിൻ ബാക്ക് ഇൻ ടോപ്പിക്. ദാറ്റ്സ് നോട്ട് ദ വേഴ്സ് ലിറ്ററലി. മറ്റ് ചില ചാനൽസ് സെല് ചെയ്യുന്ന ഡേറ്റാസൊക്കെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഫേക്ക് സിം കാർഡ്, ഈവൻ ഫേക്ക് പാസ്പോർട്ട് വരെ സെല് ചെയ്യുന്ന ചാനൽസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഹെൽത്ത് ഇൻഷുററായ സ്റ്റാർ ഹെൽത്ത് റീസെൻ്റ്ലി ഹാക്ക് ചെയ്യപ്പെട്ടു. ഒരു ഹാക്കർ നോൺ ആസ് സെൻസൻ ഏകദേശം 7.5 TB ഓഫ് ഡേറ്റാസാണ് ബ്രീച്ച് ചെയ്തത്, വിച്ച് ഇൻക്ലൂഡ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ലൈക്ക് മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് പേഴ്സണൽ IDs വരെ ഉണ്ടായിരുന്നു. ഈ ഹാക്കർ ടെലിഗ്രാം ബോട്ട്സ് യൂസ് ചെയ്ത് സ്റ്റോളൻ ഡേറ്റാസ് സ്പ്രെഡ് ചെയ്യാനും സെല് ചെയ്യാനും തുടങ്ങി. ഇൻക്ലൂഡിങ് കേരളത്തിലെ 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ കുട്ടിയുടെ മെഡിക്കൽ ബിൽസും ബ്ലഡ് ടെസ്റ്റേഴ്സൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് റിപ്പോർട്ട്. റീസെൻ്റ്ലി ടെലിഗ്രാമിൽ നടന്ന കുറച്ച് തട്ടിപ്പുകൾ വെച്ച് പറഞ്ഞുതരാം. 2024 കുറേ ആൾക്കാരെ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാം എന്ന സ്കീമിൽ തട്ടിപ്പ് നടത്തിയായിരുന്നു. ആക്ച്വലി ഓപ്പറേറ്റിംഗ് അണ്ടർ എ നെയിം കോൾഡ് ക്യാപ്റ്റൻ അമേരിക്ക. ഇവർ ഏകദേശം 10 ലക്ഷം രൂപയാണ് അടിച്ചു മാറ്റിയത്. വേറൊരു കേസ് നടക്കുന്നത് ബാംഗ്ലൂരാണ്. ഏകദേശം 9 പേരെയാണ് ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഫോർ എ ജോബ് സ്കാം. അവർ ഏകദേശം 158 കോടി രൂപയാണ് അടിച്ചു മാറ്റിയത്. അതിൻ്റെ മുമ്പും ഇതേപോലത്തെ ഒരു സിമിലർ കേസ് ഹൈദരാബാദിൽ നടന്നിട്ടുണ്ട്. അവർ ഏകദേശം 712 കോടി രൂപയാണ് അടിച്ചു മാറ്റിയത്. അവരുടെ ജോലി സിമ്പിൾ ടാസ്ക് ചെയ്യാനായിരുന്നു, ലൈക്ക് ഹോട്ടലിന് റേറ്റിംഗ്സ് കൊടുക്കുക അല്ലെങ്കിൽ പ്രൊഡക്ട്സിന് റേറ്റിംഗ്സ് കൊടുക്കുക എക്സെട്ര. പക്ഷേ നിങ്ങൾക്ക് ടാസ്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. വിച്ച് മേക്സ് ടെലിഗ്രാം 10% as dark web. What is dark web really famous for? Dark market. നിങ്ങൾക്ക് എന്ത് വാങ്ങാനും വിൽക്കാനും പറ്റുന്നൊരു സ്ഥലമാണ് ഡാർക്ക് മാർക്കറ്റ്. From drugs to firearms, even some weird things like എന്ത് വേണമെങ്കിലും. Drugs have been always a top listed in dark market. And large amounts of narcotics. Today, the Department of Justice announces the takedown of the dark web market Alpha Bay. This is the largest dark market web place takedown in world history. See, 2000കളിൽ മെയിൽ ആൻഡ് ഡ്രോപ്പ് എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നീട് ഡാർക്ക് വെബിലേക്ക് മാറി 2011. ഇന്നിപ്പം സോഷ്യൽ മീഡിയാസാണ് യൂസ് ചെയ്യുന്നത് 2025. എനിവേ, Compared to darknet market use, Telegram is a lot easier to use and more convenient for buyers. ഇത് പറഞ്ഞത് ഞാനല്ല, ഡോക്ടർ മോനിക്ക പെരറ്റാണ്. ഷീ ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ ദിസ് തിങ്. അവർ പറഞ്ഞത് സത്യമാണ്. ബിക്കോസ് ഡാർക്ക് വെബ് പോലെ ടെലിഗ്രാമിന് ടോറിൻ്റെ ആവശ്യമില്ല. ഷീ ഓൾസോ ടോക്ട് അബൌട്ട് ടെലിവെൻറ്റ്. യു വിൽ റീച്ച് ദർ. അതിന് മുമ്പ് കുറച്ചും കൂടിയും പറയാനുണ്ട്. എങ്ങനെയാണ് ടെലിഗ്രാമും ഡ്രഗ്സായിട്ട് റിലേറ്റ് ആകുന്നത്? ഇവർ ടെലിഗ്രാം യൂസ് ചെയ്ത് അഡ്വർടൈസ് ആണ് ചെയ്തത്. ഫ്രം ഡ്രഗ്സ് ടു ഫയർ ആംസ്. ആൻഡ് ദേ സപ്ലൈഡ് യൂസിങ്
US മെയിൽ പേയ്മെൻറ്റ്സ് അധികവും ചെയ്തത് ബിറ്റ് കോയിൻസ് വഴിയാണ്. Even minors are using drugs nowadays, and peddlers are using social media to get more buyers. Look at these cases, for example. We're using Telegram to sell drugs, even to minors. ഇന്ത്യയിലൊരു ഓൺലൈൻ കാർട്ടൽ ഉണ്ടായിരുന്നു, കോൾഡ് ഓറിയന്റ് എക്സ്പ്രസ്. അവരുടെ കേസ് സ്റ്റഡീസിലും ടെലഗ്രാം യൂസ് ചെയ്തിട്ടാണ് സെല്ല് ചെയ്ത് എന്ന് എനിക്ക് കാണാൻ പറ്റി. I'm going to try and order some drugs online. How do you guys usually sell your drugs? Since this industry exploded onto social media, drug dealers have brazenly used public accounts on Snapchat and Instagram to shop their wares. It's easy, anyone can do it. You can see that on an account. They'll put a picture up and now on or a baby. It's a documentary by Vice. എങ്ങനെയാണ് ബാക്കിയുള്ള ആപ്സും യൂസ് ചെയ്ത് ഡ്രഗ്സ് സെല്ല് ചെയ്യുന്നതെന്ന് ഇതിൽ വളരെ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. വേറെയും പല മെത്തേഡ്സും ഉണ്ട് ടെലിഗ്രാമിൽ. ഫോർ എക്സാമ്പിൾ, ടെലിഗ്രാമിലൊരു ഫീച്ചർ ഉണ്ട്, നിങ്ങൾക്ക് ചാറ്റ് ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വിച്ച് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ഡസൻ ഹാവ്. ലൈക്ക് സിഗ്നൽ ആയിക്കോട്ടെ, വേറെ ഒന്നിലും ഇല്ല. ഇറ്റ്സ് ആർ യൂസ്ഡ് ആസ് ഷോപ്പ് ബോർഡ്സ്. പല രീതിയിൽ അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതേ ബോർഡ്സിനെ യൂസ് ചെയ്ത് ടെലവെൻറ്റ് എന്നൊരു ടൈപ്പ് ഓഫ് ബോർഡ്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതായത് ഇറ്റ്സ് എ ബോട്ട് ഓൺ ടെലിഗ്രാം. ബയേഴ്സിന് ഈസിയായി ഡ്രഗ് ലിസ്റ്റിങ്ങും അല്ലെങ്കിൽ വാങ്ങാനും പറ്റും ത്രൂ ടെലിഗ്രാം. അതിൻ്റെ വെൻഡേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ സെല്ലേഴ്സ് ആ ഒരു ബോട്ട് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് ഓണിയൻ പാനൽ അല്ലെങ്കിൽ ഓണിയൻ സർവീസ് യൂസ് ചെയ്തിട്ടായിരുന്നു, വിച്ച് മേക്സ് ഇറ്റ് ഇമ്പോസിബിൾ ടു ട്രേസ് ബാക്ക്. Televen has already brought down during 2021, and it is reported in this report. IOCTA, or Internet Organized Crime Threat Assessment from Interpol. Over here, the Televen was taken down by German law enforcement. Actually, there is two theories. Either it was taken down by law enforcement, or it was an exit scam. ഏറ്റവും വലിയൊരു പ്രശ്നം ടെലിഗ്രാമിലുള്ള കണ്ടൻസ് ആണ്. ഫ്രം ടെററിസ്റ്റ് പ്രൊപ്പഗൻഡ ടു CS. 2015 ISIS എല്ലാ ടൈപ്പ് ഓഫ് സോഷ്യൽ മീഡിയാസും യൂസ് ചെയ്യാറുണ്ടായിരുന്നു, ഫ്രം ട്വിറ്റർ ടു ടെലിഗ്രാം. അവർ ഈവൻ ഈ ഒരു പിക്ചേഴ്സ് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് സെക്യൂർഡ് മെസ്സേജിങ് ആപ്സ് ഫ്രം സേഫസ്റ്റ് ടു ദ അൺസേഫസ്റ്റ്. വേറെ ചില ടെററിസ്റ്റ് ടെലിഗ്രാം ചാനൽസ് യൂസ് ചെയ്യുന്നത് പ്രൊപ്പഗാൻഡ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അവരുടെ ലിങ്ക്സ് ഓഫ് ആർക്കൈവ്സ് പോസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ടു ക്ലെയിം റെസ്പോൺസിബിലിറ്റി ഫോർ ദ അറ്റാക്ക്. Some even use it for fundraising, live broadcasting, etc. ഫ്രഞ്ച് പ്രോസിക്യൂട്ടറിൻ്റെ ഏറ്റവും വലിയ അലിഗേഷൻ ആയിരുന്നു ഫോർ എക്സാമ്പിൾ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എ ലാർജ് നമ്പർ ഓഫ് അക്കൗണ്ട്സ് ആർ സെല്ലിംഗ് സെൽഫ് ജനറേറ്റ്. ഈ റിപ്പോർട്ട് പറയുന്നത് പ്രകാരം ഈ ഗ്രൂപ്പ്സ് ഒക്കെ മാനേജ് ചെയ്തത് അൽജെറ്റിലെ മൈനേഴ്സ് ആയിരുന്നു. അവർ ഇൻസ്റ്റഗ്രാം, എക്സ്, ടെലിഗ്രാം എല്ലാ പ്ലാറ്റ്ഫോംസും ഇവർ യൂസ് ചെയ്ത പേയ്മെൻറ്റ് മെത്തേഡാണ്. മോർ എ കോമൺ മെത്തേഡ് കോൾഡ് ഗിഫ്റ്റ് ടു ഗിഫ്റ്റ് ഓർ G2G മെത്തേഡ്. ഇറ്റ്സ് ഈസ് റിയലി ഡിഫറെൻറ്റ് ഫ്രം അതർ കേസസ് ഐ ഹാവ് ബീൻ സ്റ്റഡി. ചിലപ്പം ഈ റിപ്പോർട്ടിൽ പറയുന്ന പോലെ അവർ ടീനേജേഴ്സ് അല്ലെങ്കിൽ മൈനേഴ്സ് ആയതുകൊണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. ടെലിഗ്രാമിലുള്ള ബോട്ട്സിനെ പറ്റി ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ. ഈ റിപ്പോർട്ടിൽ പറയുന്നത് അവർ ഏകദേശം 83 ബോട്ടുകളെയാണ് കണ്ടുപിടിച്ചത്, വിച്ച് ക്യാൻ ജനറേറ്റ് ഫോൺ ഓഫ് ഇമേജസ് യൂസിങ് AI. 33 എണ്ണം ആക്റ്റീവും വളരെ ഫങ്ഷണലുമാണ്. ആൻഡ് 21ഓളം ബോട്ട്സിന് ക്യാൻ ജനറേറ്റ്. ഇത് ടെലിഗ്രാമിൽ മാത്രമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല, എല്ലാ സോഷ്യൽ മീഡിയയും ഒരുപോലെ തന്നെയാണ് ഫോർ സൈബർ ക്രൈം ആൻഡ് ക്രിമിനൽസ്. ഇൻ കേസ് ഓഫ് ടെലിഗ്രാം, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ എ ലോട്ട് ഓഫ് സൈബർ ക്രിമിനൽസ്. It is banned in 5 countries and temporarily banned around 5 other countries. Telegram was taking down these kind of channels since 2016. പക്ഷേ ഒരു പബ്ലിക് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നില്ല ടിൽ 2024. അതിന് ഒരുപാട് ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ട്. ഫ്രാൻസിലെ അറസ്റ്റിന് ശേഷം അവർ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്.
പ്രൈവസി പോളിസീസിലായാലും അല്ലെങ്കിൽ IP അഡ്രസ്സും ഫോൺ നമ്പറും ലീഗൽ അസിസ്റ്റൻസിന് തരും എന്നൊരു പുതിയൊരു റൂളും കൊണ്ടുവന്നു. 2024 മുതൽ ടെലിഗ്രാം പബ്ലിക്ലി ചാനൽസിൻ്റെ ടേക്ക് ഡൗൺസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഫോർ പബ്ലിക് ട്രാൻസ്പെറൻസി. But when I checked about it, it was ongoing way before it. For example, 2018 മുതൽ തന്നെ ടെലിഗ്രാം യൂറോപോളായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ടായിരുന്നു ടു ടേക്ക് ഡൗൺ ഓൺലൈൻ ടെററിസ്റ്റ് പ്രൊപ്പഗാൻഡ. ഈ ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നത് യൂറോപോളിൻ്റെ 11th ജോയിൻറ്റ് റെഫറൽ ആക്ഷൻ ഡേ തൊട്ടാണ്. റീസെൻ്റ്ലി ഇവർ ഒരുപാട് NGOs ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ തുടങ്ങി, ലൈക്ക് ഇൻ്റർനെറ്റ് വാച്ച് ഫൗണ്ടേഷൻ, സ്റ്റിച്ചിങ് ഓഫ് ലിമിറ്റ്സ് എക്സെട്ര, ടു ടാക്കിൾ ഫ്രം ദ പ്ലാറ്റ്ഫോം. ടെലിഗ്രാം ഇന്ന് വരെ തന്നേക്കുന്ന ഡേറ്റയിൽ ഏകദേശം 15 മില്യൺ ചാനൽസ് 2024 13 മില്യൺ ചാനൽസ് 2025 അവർ ഓൾറെഡി ടേക്ക് ഡൗൺ ചെയ്തു. ഈ ചാനൽസിൻ്റെയൊക്കെ ഡെയിലി അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നെ പുതിയ ചാനൽസ് ഉണ്ടാക്കി, കോൾഡ് ISIS Watch or Stop News. Social media is not the problem. It is the criminals who use it for these kind of activities. Ciao.